KGF വരാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ സ്ലിപ്പായി. മൊബൈൽ ഹോൾഡർ പോയി, പിന്നെ മിററും മുടിഞ്ഞുപോയി. ബ്രേക്കെല്ലാം പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല, റൗണ്ടിങ്ങിലായിരിക്കും. അപ്പോൾ ധനുഷ്കോടി പോയിട്ടിരിക്കാം, ധനുഷ്കോടി പോലീസ് സ്റ്റേഷൻ പോകാൻ. ഗൈസ് നമ്മളെ റൂം ഇതായിരുന്നു. ക്ലോസ് ചെയ്തിറങ്ങി, വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് ലഗേജൊക്കെ കയറ്റി. ഇത് തോർത്താണ്, ചെറിയ നനവുണ്ടാവുകൊണ്ട് ഇങ്ങനെ ബാക്കിൽ അവിടെ വെച്ച്. ഓക്കെ, ഇനി നേരെ തഞ്ചാവൂർ പോകണം. ഫസ്റ്റ് ഈ കൊള്ളി ഹിൽസിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങണം, നല്ല തണുപ്പാണ്. തഞ്ചാവൂരിലേക്ക് ഏകദേശം 4 മണിക്കൂറുണ്ട്. കിലോമീറ്റർ നോക്കുവാണെങ്കിൽ 172 കിലോമീറ്റർ തഞ്ചാവൂരിലേക്ക്. ഗായ്സ് ഇന്നലെ റൂം എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റേ ചെയ്യാൻ പെർമിഷൻ കിട്ടിയില്ല. നമ്മൾ പിന്നെ അതിലൊക്കെ ചോദിച്ച് സെറ്റാക്കി. പിന്നെ നോക്കുമ്പോൾ റേഞ്ച് ഇല്ല. പിന്നെ ക്യാമ്പ് ചെയ്യാൻ പോയ സ്ഥലത്ത് നോക്കുമ്പോൾ സിം 2 കട്ടും. അപ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്. കാരണം എൻ്റെ കയ്യിൽ കുറേ ദിവസത്തെ വീഡിയോകളൊക്കെ ഉണ്ട്, കുറേ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. വൈഫൈ നമുക്ക് എങ്ങനെ നെറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു 3-4 വീഡിയോ ഒന്നും നമുക്ക് 5 വീഡിയോ 6 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അപ്ലോഡ് ചെയ്ത് കയറ്റാൻ പറ്റില്ല. ഒരു വീഡിയോ പോയിട്ട് ഇവിടെ ഇൻസ്റ്റ തന്നെ ലോഡ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ച് ഓക്കെ റൂം എടുക്കാം. കാരണം നമുക്ക് ചെയ്തല്ലേ പറ്റൂ. കാരണം എൻ്റെ ഫുള്ളായി, മൊബൈൽ ഫുള്ളായി, ക്യാമറ ഫുള്ളായി, മെമ്മറി കാർഡ് ഫുള്ളായി, അങ്ങനെ എല്ലാ സംഭവവും ഫുള്ളായി. ഇങ്ങോട്ടല്ല പോകണ്ടേ, ഇങ്ങോട്ടായിരിക്കും. യെസ്, എല്ലാം ഫുള്ളായി. അപ്പോൾ നമ്മൾ പോയിട്ട് റൂം എടുത്തിട്ട് എല്ലാ സംഭവവും എഡിറ്റ് ചെയ്ത്. ഇന്ന് റെസ്റ്റ് എടുത്ത കുറവാണ്, ഫുള്ള് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഫുൾ തിരക്കായിരുന്നു. 1 മണിക്കാണ് കിടന്നുറങ്ങിയത്. രാവിലെ 6:20 എണീച്ച് പിന്നെയും വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാനിട്ട് അങ്ങനെ കുറേ ഇതായിട്ട് ഇന്ന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങണം എന്നൊക്കെ ഉണ്ട്. എന്നാലും ടയേർഡൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നലെ 56 GB ആണ് ആ ഒരു വൈഫൈ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത് യൂട്യൂബിലേക്ക്. പിന്നെ ഫേസ്ബുക്കിലേക്കും കുറച്ച് റീൽ പോലത്തെ സംഭവം ഏകദേശം ഒരു 2.something GB അടുത്തും സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവവും ഫ്രീ ആയി, ഫോൺ ഫ്രീ ആയി, ക്യാമറ ഫ്രീ ആയി, മെമ്മറി കാർഡ് ഫ്രീ ആയി, എല്ലാം മൊത്തം ഫ്രീ ആയി. ഇങ്ങനെ പോവുകയാണ് നമ്മൾ തഞ്ചാവൂരിലേക്ക്. ഗായ്സ് ഇന്നലെ നമ്മൾ ഈ റൂട്ട് മാത്രമാണ് പോകാതിരുന്നത്. ബാക്കി എല്ലാ റൂട്ടും നമ്മൾ കയറിയിട്ടുണ്ട്. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളിവിടുത്തെ എല്ലാ ലോക്കൽ റൂട്ടും വില്ലേജ് ഏരിയൊക്കെ കയറി നോക്കിയിട്ടുണ്ട്. അവിടുത്തെ കിടിലൻ വ്യൂസൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എയർകാർഡിൽ നിന്നേ കാണുന്നതാണ്. വരുന്നില്ലല്ലോ, ഇതാണോ സൺഫ്ലവർ? അല്ല ഇതല്ല, സൺഫ്ലവർ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് എയർകാർഡിനെ നോട്ട് ഇട്ട് വെച്ചാണ്. അത്യാവശ്യം നല്ല രസമുണ്ട്. കുറേ സ്ഥലത്ത് ഇങ്ങനെ പടർന്ന് നിൽക്കുമ്പോൾ കിട്ടിലാണ് സൺഫ്ലവറിൻ്റെ ആ ഒരു സെയിം ഫീലിനുണ്ട്. ഗായ്സ് ഈ ഒരു ട്രിപ്പിന് ഞാൻ കുറേ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു, ഒന്നും നടന്നിട്ടില്ല. ഒന്ന് സെറ്റാകുമ്പം ഒന്ന് പോവും, അത് സെറ്റാകുമ്പം ഇത് പോവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ലാസ്റ്റ് ഒന്നും നോക്കിയില്ല, ഡേറ്റും ഫിക്സ് ആക്കി, വീഡിയോ ഇട്ട് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് അങ്ങ് ഒരു വീടല്ല. പിന്നെ അതിന് മുമ്പിലെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സംഭവം സെറ്റാക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ടെൻറ്റ് കാര്യങ്ങൾ, ജെൽ സീറ്റ്, അതൊക്കെ സെറ്റാക്കി കൊണ്ടുവരുന്നതാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒറ്റയ്ക്ക് വന്ന റൈഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് പന്നി. അപ്പോൾ ഒറ്റയ്ക്ക് വന്നല്ലോ, ബോറടിക്കുന്നുണ്ടല്ലോ, ഫ്രണ്ട്സായിട്ട് വന്നാൽ മതിയായിരുന്നു, അങ്ങനത്തെ ഒരു ഇതുമില്ല. ഹാപ്പിയാണ്. തോന്നെടുക്കുക നിർത്തുക, തോന്നെടുക്കുക കിടക്കുക, വേറെ തന്നെ ഫീലാട്ടോ. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എവിടെ പോകണം, എങ്ങനെ പോകണം, എപ്പോൾ പോകണം എല്ലാം ചോദിച്ച്. നമ്മളെ ഓൾ ഇന്ത്യ റൈഡർ ഉണ്ടല്ലോ, നമ്മളെ ഫ്രണ്ട് കിട്ടിയല്ലോ, അപ്പോൾ ആ ഫ്രണ്ടോട് എല്ലാം ചോദിക്കുന്നുണ്ട്. എല്ലാം സെറ്റാണ്. ഫ്രണ്ട് ഫുൾ സപ്പോർട്ടാണ്. KGF വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാം സെറ്റാക്കണം. ഇവിടെ ഫുള്ള് മയിൽ കണ്ടോ, ഫുള്ള് മയിൽ കിട്ടോ. അവിടെയൊക്കെ കണ്ടോ, ഇതാണ്ടോ ഇങ്ങനെ പോയി ഇങ്ങനെ. ഇവിടുത്തെ വ്യൂസ് കണ്ടോ, തിരിഞ്ഞാൽ കിട്ടില്ല. വേണ്ട, ചെറിയ രീതിയിൽ സ്ലിപ്പായി. എവിടുന്നാ? കേരള. ആ വളവന്ന് സ്കിഡായി ഇങ്ങനെ വന്ന് ഇതിൽ കീഞ്ഞ്, വണ്ടി ഇതിൽ കീഞ്ഞ് ഇങ്ങനെ വന്ന് ഇവിടുന്ന് കൺട്രോൾ പോയി നേരെ ഇവിടെ പോയി, ഇവിടെ വീണ്. നമ്മളെ പൂത ഇവിടെ വീണ്. വണ്ടിക്കൊന്നും ലഗേജ് ലൂസായി. പിന്നെ മൊബൈൽ ഹോൾഡർ പോയി, പിന്നെ മിററും മുടിഞ്ഞുപോയി.
അപ്പോൾ നമ്മൾ നേരെ തഞ്ചാവൂരിലേക്ക് പോകുന്ന വഴിക്ക് മിറർ മാറ്റണം, പിന്നെ മൊബൈൽ ഓർഡർ കിട്ടുമെങ്കിൽ ഒരു മൊബൈൽ ഫിറ്റ് ആക്കണം. ഓക്കെ. പൈൻ ട്രീ, ചെറിയ ചെറിയ വില്ലേജ് ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. ഗൈസ് ചെറിയൊരു ഓഫ് റോഡ് കിട്ടി, ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ചെറിയതാ ഇങ്ങനത്തെ റോഡാണ്. എയർപിന്ന് ഇതുണ്ടോ, കല്ലാണ്, മറ്റേ നമ്മളെ ജല്ലിക്കല്ലിൻ്റെ കുറച്ച് വണ്ണമില്ലത്. ഇതാണ് നമുക്ക് ഇറങ്ങിപ്പോണ്ടത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ തഞ്ചാവൂരോ ഇതിലേക്ക് കൂടിയോ? അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിച്ചാൽ വഴിയാണ് തഞ്ചാവൂരിലേക്ക്. തഞ്ചാവൂർ ഇങ്ങനെ പോകുന്നതൊക്കെ ചോദിക്കുന്നത്, നമ്മൾ മാപ്പ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പോവാണ്. കഴിച്ച് മഴ പെയ്യുന്നുണ്ട്. ക്യാമറ എടുത്തിട്ട് ഉള്ളിൽ വെക്കണം എന്ന് തോന്നുന്നു, കാരണം മൈക്ക് അഡാപ്റ്റർ അടിച്ചു പോയി കഴിഞ്ഞാൽ അതും പണിയാവും. ഗൈസ് നേരത്തെ തുടങ്ങിയ മഴയാണ്, ഇപ്പാണ് നിന്നത്. ഓവർ മഴയൊന്നുമില്ല, ചെറുങ്ങന. നമ്മൾ വന്നതൊക്കെ അങ്ങന്നാണ്. അത്യാവശ്യം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫുള്ള് ഏകദേശം 10-12 കിലോമീറ്ററിൻ്റെ അടുത്ത് ഫുള്ള് ആ ഒരു റോഡായിരുന്നു. ഭയങ്കര ഇറക്കവും ഭയങ്കര കയറ്റവും ഭയങ്കര വളവൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മഴയും വന്ന്. അപ്പോൾ ക്യാമറ എടുത്ത് ഉള്ളിൽ വെച്ച് മെല്ലെ ഇങ്ങനെ പോവാണ്. ഇപ്പം നിർത്തിയിട്ടൊന്ന് കെട്ടൊക്കെ ടൈറ്റാക്കി. ഇവിടുത്തെ വ്യൂ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഗൈസ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി നോക്കിയേ, ഇതുണ്ടോ മലയൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണ്. ഇറങ്ങേണ്ടത് നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നായി എന്താ പറ്റിയേ? ഓക്കെ അല്ലേ? ഓക്കെ. ഗൈസ് നോക്കിയ റോഡ് ഫുള്ള് പോക്കാണ്. നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ പോയി. ഇങ്ങനെ ഈ ഒരു ഐറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുത്തനുള്ള ഇറക്കം, നല്ല കറവ്, സൈഡിലൊന്നുമില്ല. പോയാൽ നേരെ കാട്ട് പോക്ക് തന്നെയായിരിക്കും. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇതുണ്ടോ ഫുള്ള് ഗ്രാമം, വില്ലേജ്, കൃഷിയൊക്കെ കാണുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് പോവാണേ, ഉണ്ടോ? ഭയങ്കര ഇറക്കം, ഫുള്ള് റോഡ് ഫുള്ള് ഡാമേജാ. അടുത്തത് ഗായ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ബ്രേക്കെല്ലാം പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല, ഊരി പോവാണ്. ഇങ്ങനത്തെ സ്ഥലമല്ലേ, ഇവിടുന്ന് നമ്മൾ വന്ന് അങ്ങ് മുകളിൽ നിന്നാണ് കുത്തനെല്ലാം ഇറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിനെക്കാട്ടെ ഡേഞ്ചർ ഇതാണ്. ഇതുണ്ടോ ആ ഒരു മലയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതുണ്ടോ ആ ഒരു മല ഫുള്ള് ഇങ്ങനെ ഇറങ്ങി ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ ഫുള്ള് കൃഷിയാണ്, ചോളം. നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് ഓടിയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ടൗണിലേക്ക് പോകുന്ന റോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, അതിലെ കൂടിയാണ് കയറി പോകേണ്ടത്. ആണോ മെക്കാനിക് ഷോപ്പ് എങ്ങനെ ഇருக்கு? இருக்குമോ? ഓക്കെ. കണ്ണാടി ഉടനെ പുതുസു വേണോ? എനിക്ക് അങ്കിയാ? ഓക്കെ. വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണം. ഒന്നും പറ്റിയിരുന്നില്ല, ജസ്റ്റ് ആ മിറർ മാത്രം കുത്തിപ്പോയാണ്. ഇതിലാണ് പിടുമാ? എൻ്റെ ഊർ പേരെന്നാ? ഊർ പേര് അമ്മൻപട്ടി, കമ്മമ്പട്ടി. കേരള. ഞങ്ങൾക്ക് കൊള്ളി ഹിൽസ് വന്നിട്ട് അവിടെ ഇറങ്ങി വന്നിട്ട് ഇറങ്ങി. എന്താ വഴി ആയിരുന്നേ? சேலம் வழி மറ്റേ 70 ஏர்பின் இருக்குல்ல, அது வழியா ஏறி அங்கேருந்து இன்னைக்கு காலையில் இறங்கிட்டேன். ஏதாச்சும் அட்ஜஸ்ட் பண்ணுங்கண்ணா. அது அவ்வளோதான் ஆகுமா? என்னென்ன 250? கேரளா வந்துட்டேன். 4-5 நாள் ஆச்சு. இப்படி கேரளா, குண்டல்பேட்டு, ஏற்காடு, கொல்லி ஹில்ஸு, இங்கே தஞ்சாவூர், ராமேஸ்வரம், தனுஷ்கோடி, மேகமலை, பொள்ளாச்சி, கோயம்புத்தூர், வால்பாறை, எப்படி റൗണ്ടിങ്ങിൽ ഇരിക്കുക. ഓക്കെ, പോയിട്ട് വരണം. ഓക്കെ. നമ്മളെ കയ്യിൽ തന്നെ ടൂൾസൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാഗിലായിപ്പോയി. അത് നമുക്ക് എടുത്ത് വെക്കുന്ന 2ാം പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. മൊബൈൽ ഹോൾഡർ വാങ്ങിയിട്ട് ആ മിറർ വാങ്ങിയിട്ടുണ്ട്, അത് ഇവിടെ തന്നെ കൊടുത്ത് സെറ്റാക്കാൻ പറയാം. പുതിയ മിറർ, പുതിയ മൊബൈൽ ഹോൾഡർ.
അതിലും സെറ്റപ്പ് മൊബൈൽ ഹോൾഡർ കിട്ടി. ഗൈസ് വണ്ടി കയറാണ്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ വണ്ടി കയറാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകാണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ തഞ്ചാവൂരിലേക്ക്. ഇവിടുന്ന് എത്ര കിലോമീറ്ററിൻ്റെ അറിയില്ല. ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിച്ചത് 2 പൊറോട്ട 2 ദോശ, വേറെ ഒന്നുമില്ല, പൊറോട്ട ഇല്ലാണ്ട്. പിന്നെ അതുകൊണ്ട് 2 കഴിച്ച് വണ്ടി മൊത്തം പൊടിയായി. ഈ വണ്ടീൻ്റെ ബാഗിൽ കുറേ സമയം ബ്ലോക്ക് കിട്ടി, ഫുള്ള് കണ്ണ് മൊത്തം പൊടിയായി. ഗൈസ് ഇതാണ്ടോ, ഇതാണ് മറ്റേ നെല്ല് കൊയ്യുന്ന മിഷ്യൻ ഫുള്ളുണ്ടോ. ഗൈസ് നമ്മളിപ്പോൾ തുടിയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ ഈ മാർബിളിനെ കൊണ്ടൊക്കെ ഈ ഒരു ടൈപ്പ് ഓരോ എല്ലാ ടൈപ്പ് കേട്ടോ, ഈ ഒരു ടൈപ്പ് ഓഫ് കല്ല്, ഒരു ടൈപ്പ് ഓഫ് മാർബിളിനെ കൊണ്ട് ഓരോ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ നിന്ന്. സ്റ്റാച്ചു മാത്രമല്ല, എല്ലാ സംഭവവും, വീടിൻ്റെ ജനൽ പോലത്തെ സംഭവമായാലും ഒരാളെ പ്രതിമയായാലും അങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ വരുമ്പോൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് നമ്മൾ ആ ഒരു വില്ലേജ് ഹൈവേന്ന് നമ്മൾ വേറൊരു ഹൈവേ റൈറ്റ് എടുത്ത് കയറി. ഇത് അത്യാവശ്യം നല്ല വലിയ ഹൈവേ ആണ്. നമുക്കിനി 1 മണിക്കൂറും 25 മിനിറ്റും ഏകദേശം 57 കിലോമീറ്ററും കൂടിയുണ്ട് നമ്മളുടെ തഞ്ചാവൂരിലേക്ക്. എന്നാൽ ഇതൊന്നും ഇത് കോവിലാ അപ്പടിയാ? ഓക്കെ, ആ കേരള. ഓക്കെ അപ്പടിയാ? ഓക്കെ ഓക്കെ. ഗായ്സ് തഞ്ചാവൂർ ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ കാറ് കണ്ടോ, കിട്ടില്ല മല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു മോളെന്തോ അമ്പലോ സംഭവം തോന്നുന്നു. ഗായ്സ് ഈ ടൗണിൽ ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ കുറേ സമയം അവിടെ നിന്ന് എങ്ങനെയല്ലോ പൊട്ട് തകടി എത്തി. എനിക്ക് ഇവിടുന്ന് ഔട്ടറാന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് 40 സംതിങ് കിലോമീറ്റർ ഉണ്ട് തഞ്ചാവൂരിലേക്ക്. നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച്. മലേൻ്റെ മുകളിലാണ് കല്ല് വെച്ചിട്ട് കെട്ടിയത് കോട്ട. ഇതൊരു വലിയ മലയാണ്. ആ മല മാത്രം പൊളിക്കാണ്ട് ഓരോ കെട്ടി സെറ്റപ്പ് ആക്കിയതാണ്. ധനുഷ്കോടി പോയിട്ടിരിക്കാം, ധനുഷ്കോടി. പക്ഷേ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഹൈവേയിൽ കൂടി തന്നെ ഓടിച്ച് വന്ന് ഒരു സ്റ്റോപ്പും ഇല്ല. മെല്ലെ 40-50 തന്നെ ഉറക്കം വന്നിട്ട് അങ്ങനെ രക്ഷയില്ല. അപ്പം അതിൻ്റെ പിള്ളേരെ കണ്ട് കുറച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് ആ ഉറക്കങ്ങ് പോയി. എന്താ നല്ല പിള്ളേർ കേട്ടോ. ഗായ്സ് ഒരു പമ്പിൽ നിന്ന് റിജക്റ്റ് ചെയ്തു. ഗായ്സ് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട്. ഗായ്സ് 2ാമത്തെ പമ്പും റിജക്റ്റ് ചെയ്തു. ഗായ്സ് 3ാമത്തെ പമ്പും റിജക്റ്റ് ചെയ്തു. ഗായ്സ് 4ാമത്തെ പമ്പും റിജക്റ്റായി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെയുണ്ട്. ഗായ്സ് ലുക്ക് നോക്കിയാ ഇവിടെ എത്തി. ഇവിടെ ഒരു ലോക്കലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ 2 പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ ചോദിച്ചോക്ക്. പിന്നെ ചോദിച്ചു അവിടെയും വീട്ടിൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അന്നേരം പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോകാൻ. നമ്മൾ കൊള്ളി ഹിൽസിലും പോലീസ് സ്റ്റേഷനിൽ പോയി, എവിടെയും ഇനി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥയാണോ? ഗായ്സ് ഇവിടെ ഒരു പമ്പ് ചോദിച്ചു, അവിടെയും റിജക്റ്റ് ചെയ്തു. ഗായ്സ് ഒരു വഴിയുമില്ല. പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, അപ്പോൾ പറഞ്ഞത് സിറ്റിയാണ്, ഭയങ്കര ക്രൗഡാണ്, നമ്മളൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ പ്ലാൻ വണ്ടിയിൽ ഫുൾ ടൈം എണ്ണയാക്കുന്നു. വേറെ എവിടെയെങ്കിലും ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റൂം എടുക്കേണ്ടി വരും. ഗായ്സ് 1 മണിക്കൂറായിട്ട് ടെൻ്റ് ഇടേണ്ട സ്ഥലം നോക്കുകയാണ്, കിട്ടുന്നില്ല. എല്ലാ പമ്പിലും പറ്റൂല എന്ന് പറയുന്നത്. റൂം നോക്കിയിട്ടാണെങ്കിൽ 1800, 2600, 2200 പെട്രോൾ തീർന്നു പോയി മൊത്തം. ഗായ്സ് ഇവിടെ മഴ പെയ്ത് ഒരു വിധത്തിൽ ഒരു റൂം ഒപ്പിച്ചിട്ടുണ്ട്. പേശി അങ്ങേ അറ്റം പേശി. അയാൾ പോടുന്നെല്ലാം പറഞ്ഞു. അയാൾ പോട് ഇല്ല, റൂമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. 1600 റൂം 500 തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് 500 ചോദിച്ചു. അയാൾ ചൂടായി. ഇനിയിപ്പോൾ അയാൾ 900 നിൽക്കുന്നത്. ഇനി പോയിട്ട് നോക്കട്ടെ 900 എത്രയും കുറയോ നോക്കട്ടെ. പ്രാവശ്യം ഒരു വിധത്തിൽ റൂം 650 ഒപ്പിച്ച് 1000 കൊടുത്ത് 350 അഡ്വാൻസ്, അത് തിരിച്ചു പോകുമ്പോൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ஓகேண்ணா. ஓகே. இங்கே என்னென்ன பார்க்குறக்கு இருக்குது இடம்? பெரிய கோயில் இருக்குது, அப்புறம் வேலஸ் இருக்குது, அப்புறம் அதான் மாரியம்மன் டெம்பிள். அது இப்போ ஃபேமஸா? 6 கிலோமீட்டர். இனி 6 கிலோமீட்டர் இருக்கா? அதான் ஃபேமஸா? பெரிய கோயில். ஓகே, அதான் ஃபேமஸு. ஓகே ஓகே ஓகே.
ആ റൂം ഓക്കേண்ணா ആ എല്ലാം ഓക്കെ എല്ലാം ഓക്കെ എല്ലാം ഓക്കെ താങ്ക് യുண்ணா താങ്ക് യു ആ ഓക്കേண்ணா ഓക്കെ താങ്ക് യു ആ ഓക്കെ ഓക്കേண்ணா ഓക്കെ ആ ഓക്കെ ഓക്കേண்ணா ഓക്കെ